നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വല്ലാത്ത ശോചനീയാവസ്ഥയാണല്ലോ ഉണ്ടായിരുന്നത്. അതെല്ലാം പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് LDF സർക്കാർ ആലോചിച്ചു. നമ്മുടെ പ്രധാന തടസ്സം നമ്മുടെ ആവശ്യങ്ങൾ വളരെ വലുതാണ്. ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണത്തിന് വല്ലാത്ത കുറവുണ്ട്. നമ്മുടെ ഖജനാവിൻ്റെ ശേഷി ഉപയോഗിച്ച് ആവശ്യങ്ങളാകെ നിറവേറ്റാനാകില്ല. അപ്പോൾ നമുക്ക് പദ്ധതികൾ ഏറ്റെടുക്കാനും പൂർത്തീകരിക്കാനും പുതിയൊരു ധനസ്രോതസ്സ് കണ്ടെത്തണം. അതിനാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. കിഫ്ബി ഒരു ധനകാര്യ സ്രോതസ്സായി, സമാന്തര സ്രോതസ്സായി കണ്ടു. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും അതിനെ പിന്താങ്ങുകയാണല്ലോ ചെയ്യുക. നമ്മുടെ കേരളത്തിൽ പ്രതിപക്ഷം ശക്തമായി അതിനെ എതിർത്തു, വിമർശിച്ചു, പരിഹസിച്ചു, പുച്ഛിച്ചു. എന്നാൽ സർക്കാർ പറഞ്ഞു, ഇതിലൂടെ ഈ 5 വർഷം സംസ്ഥാനത്ത് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികളാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ഇപ്പോൾ എന്തായി കിഫ്ബിയുടെ പ്രവർത്തനം? 2016 തുടങ്ങി 21 പ്രഖ്യാപിച്ച 50 62,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നാട്ടിൽ ഏറ്റെടുത്തത്. ഇപ്പോഴത് 1,10,000 കോടി രൂപയുടെ പദ്ധതികളാണ്. നമ്മുടെ നാട് 50 വർഷത്തിന് ശേഷം പൂർത്തിയാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ വരെ ഈ ഒരു 10 വർഷ കാലയളവിൽ നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 50-60 വർഷത്തെ സമയം കൊണ്ട് മാത്രമേ സാധാരണ നിലക്ക് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇവിടെ നോക്കിയാൽ റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, ഓവർബ്രിഡ്ജുകൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള സൗകര്യമൊരുക്കൽ, വിവിധ മറ്റു പദ്ധതികൾ, ഇതിനെല്ലാം കിഫ്ബിയുടെ പണമാണ് ചെലവഴിച്ചിട്ടുള്ളത്. എന്നാൽ ആ കിഫ്ബിയെ ഇപ്പോഴും എതിർക്കുകയാണ് പ്രതിപക്ഷം. എന്തിനാണ് എതിർക്കുന്നത്? നമ്മുടെ നാടിൻ്റെ വികസനത്തെ എന്തുകൊണ്ടാണ് കണ്ണടച്ച് എതിർക്കാൻ തയ്യാറാകുന്നത്? ഏത് മണ്ഡലവും എടുത്ത് പരിശോധിച്ചോളൂ. എല്ലാ മണ്ഡലങ്ങളിലും കിഫ്ബിയുടെ കയ്യൊപ്പ് കാണാൻ കഴിയും. ഒന്നുകിൽ ആശുപത്രി, അല്ലെങ്കിൽ ഹൈസ്കൂള്, നേരത്തെ പറഞ്ഞ ഗതാഗതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, മൊത്തം 10,000 കോടി രൂപ ചെലവ് കിഫ്ബിയിലൂടെയാണ് നാം അത് കണ്ടെത്തുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ജലപാത കോവളം മുതൽ ബേക്കൽ വരെ, ആ ജലപാതക്ക് നല്ല രീതിയിലുള്ള ചെലവ് കിഫ്ബി കൂടി വഹിക്കുകയാണ്. ഇതൊക്കെ നാടിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതാണ്. എന്നിട്ടും കിഫ്ബിയെ എതിർക്കാനാണ് തയ്യാറാകുന്നത്. അപ്പോൾ നാടിൻ്റെ ഈ മാറ്റങ്ങളെല്ലാം നേരിട്ട് അനുഭവിക്കുന്ന ജനങ്ങൾ സ്കൂളുകളുടെ കാര്യത്തിൽ, ആശുപത്രികളുടെ കാര്യത്തിൽ എല്ലാം വന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ
LDFിനെ പൊതുവെ അംഗീകരിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത്.